2009 ഒക്ടോബർ 13 ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു യുവതി കടന്നു വരുന്നു. ബ്രസീലിലെ മോഡലും ഒരു അഡൽട്ട് എൻ്റർടൈൻമെൻറ്റ് നടിയുമായിരുന്ന എലീസ സമൂഡിയോ ആയിരുന്നു അത്. അവർ താൻ ഗർഭിണിയാണെന്നും ബ്രസീലിലെ പ്രശസ്ത ഫുട്ബോൾ താരമായ തൻ്റെ കാമുകൻ തന്നെ നിർബന്ധപൂർവ്വം അബോർഷൻ പിൽസ് കഴിപ്പിച്ചുവെന്നും അതിനാൽ തന്നെ തനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്നും ആവശ്യപ്പെട്ടുമായിരുന്നു അവർ അവിടെ എത്തിയിരുന്നത്. പക്ഷെ പോലീസ് അവരുടെ വാദം അംഗീകരിക്കുന്നില്ല. താൻ പറയുന്ന സത്യമാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി താൻ ഡ്രഗ് ടെസ്റ്റിന് വരെ തയ്യാറാണെന്ന് അവർ പോലീസിനെ അറിയിക്കുന്നു. അതിൽ പ്രകാരം പോലീസ് ഡ്രഗ് ടെസ്റ്റ് നടത്തുന്നു. ടെസ്റ്റ് റിസൾട്ട്സ് വന്നപ്പോൾ അവർ പറയുന്നത് സത്യമാണെന്ന് പോലീസിന് മനസ്സിലാവുന്നു. പക്ഷെ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. എലീസ സമൂഡിയോ ഓൾറെഡി മിസ്സിംഗ് ആണ്. പിന്നീട് ആരും അവരെ ജീവനോടെ കാണുന്നില്ല. അവരുടെ ബോഡി റിക്കവർ ചെയ്യാൻ പോലും പോലീസിന് സാധിക്കുന്നില്ല. അവരുടെ ബോഡി പിന്നീട് കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊണ്ട് നായ്ക്കൾക്ക് ഭക്ഷണമായി നൽകിയെന്നാണ് പോലീസിന് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എലീസ സമൂഡിയോ മർഡർ കേസ്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അനാട്ടമി ഓഫ് എ ക്രൈം. ഒരു വേൾഡ് കപ്പ് സീസൺ കൂടി വരവായി. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ തങ്ങളുടെ ഇഷ്ട ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ആവേശത്തിൽ പങ്കാളികളാവുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനും പോർച്ചുഗൽ ടീമിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സുമായ ഈ ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ചായിരിക്കും. പക്ഷേ നമ്മൾ ഇന്നിവിടെ സംസാരിക്കുവാൻ പോകുന്നത് ബ്രസീലിൻ്റെ ഭാവി വാഗ്ദാനമായി അറിയപ്പെട്ടിരുന്ന ബ്രസീലിലെ ഫ്ലമെങ്കോ FC-യുടെ ക്യാപ്റ്റനും അവരുടെ സ്റ്റാർ ഗോൾ കീപ്പറുമായിരുന്ന ബ്രൂണോ ഫെർണാണ്ടസ് ഡിസോസ എന്ന ബ്രൂണോയെ കുറിച്ചാണ്. തൻ്റെ കരിയറിനും സോഷ്യൽ സ്റ്റാറ്റസിനും മങ്ങലേൽപ്പിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്ന തൻ്റെ സ്വന്തം കാമുകയെ അയാൾ ക്രൂരമായി എങ്ങനെ ഇല്ലാതാക്കി എന്നതിനെ കുറിച്ചാണ്. ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ആദ്യം ബ്രൂണോയെക്കുറിച്ചും എലീസയെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ബ്രസീലിലെ പരാന സ്റ്റേറ്റിലെ ഫാസ് ഡോ ഇഗ്വാക്കു എന്ന സ്ഥലത്താണ് എലീസ ജനിച്ചു വളർന്നത്. അച്ഛൻ ലൂയിസ് കാർലോസ് സമൂഡിയോ ഒരു ആർക്കിടെക്റ്റും അമ്മ സോണിയ ഫാത്തിമ സിൽവ ഒരു കർഷകയുമായിരുന്നു. ലൂയിസും സോണിയയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. തന്നെ ദിവസേന ആക്രമിക്കുമായിരുന്ന ലൂയിസിൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ സോണിയ അയാളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റോ ഗ്രോസോ ഡോ സുൾ എന്ന സ്ഥലത്തോട്ട് താമസം മാറുന്നു. എലീസയെ ലൂയിസിൻ്റെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ടുമായിരുന്നു ഈ പോക്ക്. അവിടെ വെച്ച് അവർ വേറൊരു വിവാഹം കഴിക്കുകയും അതിൽ അവർക്കൊരു മകൻ ജനിക്കുകയും ചെയ്യുന്നു. തനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ എലീസ സോണിയയുടെ അടുത്ത് ഏകദേശം 1 വർഷത്തോളം ജീവിക്കുന്നുണ്ട്. അതിനുശേഷം ലൂയിസിൻ്റെ അടുത്തേക്ക് തന്നെ എലീസ തിരിച്ചു പോകുന്നു. അച്ഛൻ്റെ കൂടെ നിന്ന കാലത്ത് അച്ഛൻ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നും അച്ഛൻ്റെ സുഹൃത്തുക്കൾ കാഴ്ചവെച്ചുവെന്നും പിന്നീട് എലീസ ആരോപിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ തനിക്ക് ആരുമില്ലെന്ന തോന്നൽ എലീസയിൽ ഉണ്ടാക്കുവാൻ ഈ ഒരു പശ്ചാത്തലം കാരണമാകുന്നു. തൻ്റെ 18-ാം വയസ്സിൽ ഒരു മോഡൽ ആകുവാൻ വേണ്ടി എലീസ സാവോ പോളോയിലോട്ട് താമസം മാറുന്നു. നഗരത്തെക്കുറിച്ച് അറിവില്ലായ്മയും അവിടെ തനിക്ക് ആളുകളെ പരിചയമില്ലാത്തതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം എലീസ പതിയെ സെക്സ് വർക്കിലേക്ക് എത്തിപ്പെടുന്നു. 2005 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ എലീസ ഒരു ഇറോട്ടിക് മോഡലായും കോൾ ഗേളായും ജീവിക്കുന്നു. അതേസമയം മറ്റൊന്നായിരുന്നില്ല ബ്രൂണോയുടെ സ്ഥിതി. ബ്രൂണോ ജനിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അയാളുടെ പാരൻസ് അയാളെ ഉപേക്ഷിക്കുന്നു. ബ്രൂണോയുടെ അച്ഛൻ വേറെ നഗരത്തിലോട്ട് താമസം മാറ്റുന്നു. ബ്രൂണോയുടെ അമ്മ അയാളുടെ സഹോദരനെയും കൂട്ടി സ്വിറ്റ്സർലൻഡിലോട്ട് പോകുന്നു. പിന്നീട് അവിടെ ഒറ്റക്കായ ബ്രൂണോയുടെ മുത്തശ്ശിയാണ് എടുത്തു വളർത്തുന്നത്. ബെലോ ഹൊറിസോണ്ടയിലെ ഒരു ദരിദ്ര ചേരിയിൽ കൊടും പട്ടിണിയിലാണ് ബ്രൂണോ വളരുന്നത്. തൻ്റെ ഫുട്ബോൾ ക്യാമ്പിനിടയിൽ കഴിക്കാൻ ഒന്നുമില്ലാതിരുന്ന ബ്രൂണോക്ക് തൻ്റെ സഹകളിക്കാർ നൽകിയിരുന്ന ചെറു സാൻഡ്വിച്ച് കഷ്ണങ്ങൾ കൊണ്ടാണ് വിശപ്പടക്കിയിരുന്നത്. ഇങ്ങനെയുള്ള ബ്രൂണോ ബ്രസീലിലെ ഒരു അറിയപ്പെടുന്ന കളിക്കാരനായതിനു ശേഷം മാത്രമാണ് അയാളുടെ പാരൻസ് അയാളുടെ അടുത്തേക്ക് വരുന്നതും അയാൾ അംഗീകരിക്കുന്നതും. ഈ ഒരു കുടുംബ പശ്ചാത്തലം അയാളിൽ അറ്റാച്ച്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ടാക്കുവാൻ കാരണമായിരുന്നിരിക്കാം. തൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് വ്യത്യസ്തമായി അളവറ്റ പണം ലഭിച്ച ബ്രൂണോ അത് വളരെ ലാവിഷായി ചെലവാക്കുന്നു. അയാൾ സ്ഥിരമായി പാർട്ടികൾ സംഘടിപ്പിക്കുകയും
അതിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളൊരു പാർട്ടിയിൽ വെച്ചാണ് എലീസയെ ബ്രൂണോ കണ്ടുമുട്ടുന്നത്. എലീസയുമായി ബന്ധം സ്ഥാപിച്ച ബ്രൂണോ അവരെ തൻ്റെ കാമുകിയാക്കുന്നു. ഈ സമയത്ത് തൻ്റെ ബാല്യകാല സുഹൃത്തും കാമുകിയുമായിരുന്ന ഡയാൻ റോഡ്രിഗസുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ബ്രൂണോ. ബ്രസീലിൽ അന്ന് ഇങ്ങനെയുള്ള സെക്സ് പാർട്ടീസ് വളരെ സർവ്വസാധാരണമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ തന്റെ സഹകളിക്കാരനായ അഡ്രിയാനോയുടെ ഫിയാൻസി എത്തുകയും അവർ അവിടെ പ്രശ്നമുണ്ടാകുകയും ചെയ്ത സാഹചര്യത്തിൽ അഡ്രിയാനോ അവരെ മർദ്ദിച്ചതിന് പരസ്യമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്രൂണോ വിവാദത്തിൽ ചെന്ന് ചാടുന്നുമുണ്ട്. (2009) ഇറ്റാലിയൻ ക്ലബ്ബായ AC മിലാനിലോട്ട് ബ്രൂണോക്ക് ഒരു ട്രാൻസ്ഫർ ഓഫർ ലഭിക്കുന്നു. ഇതുവഴി ദേശീയ ടീമിലേക്കും അതുകൂടാതെ 2010 ലോകകപ്പ് ഫുട്ബോൾ ടീമിലേക്കും തനിക്ക് വിളി വരുമെന്ന് ബ്രൂണോ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഈ സമയത്താണ് താൻ ഗർഭിണിയാണെന്ന് ബ്രൂണോയെ എലീസ അറിയിക്കുന്നത്. തൻ്റെ കരിയറിനും സോഷ്യൽ സ്റ്റാറ്റസിനും ഇത് വലിയ പ്രശ്നമുണ്ടാക്കുമെന്ന് അറിയാമായിരുന്ന ബ്രൂണോ ഈ ഗർഭം എങ്ങനെയെങ്കിലും അലസിപ്പിക്കണമെന്ന് എലീസയെ അറിയിക്കുന്നു. ബ്രസീലിൽ അബോർഷൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഒന്നുകിൽ അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ജീവന് ആപത്തുള്ള രീതിയിലോ അതുമല്ലെങ്കിൽ സെക്ഷൽ അസോൾട്ടിന് വിധേയമായവരെയോ മാത്രമാണ് അബോർഷൻ ചെയ്യുവാൻ അന്ന് ബ്രസീലിൽ നിയമം അനുവദിച്ചിരുന്നത്. ഇത് അല്ലാതെ അബോർഷൻ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. അതുകൊണ്ട് തന്നെ അബോർഷൻ പിൽസ് എന്ന് പറയുന്നത് ബ്രസീലിൽ ഒരു കൺട്രോൾഡ് സബ്സ്റ്റൻസ് ആണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ബ്ലാക്ക് മാർക്കറ്റിൽ അബോർഷൻ പിൽസ് വളരെ സുലഭമായി ലഭിക്കുമായിരുന്നു. അതേസമയം ഡിമാൻഡ് കൂടിയത് കാരണം ഫേക്ക് മെഡിസിൻസും ലഭിക്കുമായിരുന്നു. ഇങ്ങനെ കിട്ടിയ കുറച്ച് മെഡിസിൻസ് തന്നെ നിർബന്ധപൂർവ്വം കഴിപ്പിച്ചു എന്ന് പറഞ്ഞാണ് എലീസ അന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയിരുന്നത്. എലീസയെ കൊണ്ട് അബോർഷൻ പിൽസ് കഴിപ്പിച്ചുവെങ്കിലും അവരുടെ ഗർഭം അലസിപ്പോകുന്നില്ല. ബ്രൂണോ നൽകിയത് ഫേക്ക് മെഡിസിൻസ് ആയതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത് എന്ന് അനുമാനിക്കുന്നു. ഇതിനിടയിൽ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ബ്രൂണോ ആണെന്നും തനിക്ക് ജീവനാംശം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എലീസ മീഡിയയുടെ മുമ്പിലെത്തുന്നു. ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. തൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും അതിനാൽ തന്നെ തനിക്ക് ബ്രൂണോയിൽ നിന്ന് ഒരു റിസ്ട്രെയിനിങ് ഓർഡർ വേണമെന്നും അവർ കോടതിയെ അറിയിക്കുന്നു. പക്ഷെ കോടതി ഈ ആവശ്യം തള്ളിക്കളയുന്നു. ബ്രൂണോയും എലീസയും നിയമപരമായിട്ടുള്ള പങ്കാളികൾ അല്ല എന്നും നിയമപരമായിട്ടുള്ള പങ്കാളികൾക്ക് മാത്രമാണ് ഈ ഓർഡർ നൽകാൻ കഴിയുക എന്നുമായിരുന്നു കോടതി അന്ന് അറിയിച്ചത്. വളരെ ചെറിയൊരു തുകയായിരുന്നു തൻ്റെ ജീവനാംശമായിട്ട് എലീസ ആവശ്യപ്പെട്ടിരുന്നത്. ബ്രൂണോയുടെ സാലറിയും മറ്റ് ഇൻകം സോഴ്സും വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള തുക. പക്ഷേ മീഡിയയുടെ മുന്നിൽ തന്നെ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് ബ്രൂണോക്ക് വളരെയധികം ദേഷ്യമുണ്ടാക്കുന്നു. അയാൾ എലീസയെ വളരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നു. പ്രശസ്തനായ ഒരു കളിക്കാരനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പണം തട്ടാൻ ശ്രമിക്കുന്ന ഗോൾഡ് ഡിഗർ ആയിട്ടുള്ള ഒരു ഇറോട്ടിക് മോഡലാണ് എലീസ എന്ന് വരുത്തി തീർക്കുവാൻ അയാൾ ശ്രമിക്കുന്നു. എലീസയുടെ പാസ്റ്റ് ഈ ഒരു കാര്യത്തിൽ അയാളെ നല്ല രീതിയിൽ സഹായിക്കുന്നു. ബ്രസീലിലെ മീഡിയാസും ഈ ഒരു നരേറ്റീവ് പുഷ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. അങ്ങനെയിരിക്കെ എലീസ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അവർ ആ കുഞ്ഞിന് ബ്രൂണോ ഫെർണാണ്ടസ് ജൂനിയർ എന്ന് പേര് നൽകുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അതായത് 2010 ജൂൺ 4-ന് ബ്രൂണോ എലീസയെ കാണുവാൻ വേണ്ടി എലീസയുടെ ഫ്ലാറ്റിലോട്ട് പോകുന്നു. താൻ ഫ്ലാറ്റിന് പുറത്തുണ്ടെന്നും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്നും പറഞ്ഞ് എലീസയെ അയാൾ വിളിച്ചു വരുത്തുന്നു. എലീസ തൻ്റെ കുഞ്ഞിനെ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു ബ്രൂണോയുടെ അടുത്തേക്ക് പോയിരുന്നത്. എന്നെങ്കിലും തന്നെയും തൻ്റെ കുഞ്ഞിനെയും ബ്രൂണോ അംഗീകരിക്കും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു എലീസ ബ്രൂണോയുടെ കൂടെ പോയത്. പക്ഷേ ആ കാറിൽ ബ്രൂണോ ഒറ്റക്കായിരുന്നില്ല. ബ്രൂണോയുടെ 17-കാരനായ കസിനായ ജോർജ് ലൂയിസ് റോസയും ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു. അയാൾ തൻ്റെ തോക്കിൻ്റെ പിൻഭാഗം ഉപയോഗിച്ചുകൊണ്ട് എലീസയുടെ തലയിൽ ശക്തമായി അടിക്കുന്നു. ഈ അടിയിൽ എലീസയുടെ തല പൊട്ടി ചോര ഒലിക്കുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവരുടെ ബോധം പോവുകയും ചെയ്യുന്നു. എലീസയെ കൂട്ടി ബ്രൂണോയും കൂട്ടരും മിനാസ് ഗെറായ്സിലെ എസ്മറാൾഡസിലുള്ള ബ്രൂണോയുടെ ഫാമിലേക്ക് പോകുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജോർജ് പോലീസിന് നൽകിയ മൊഴി പ്രകാരം ഇങ്ങനെയാണ്. ഫാമിൽ എത്തിച്ച എലീസയെ ബോല എന്നറിയപ്പെട്ടിരുന്ന ഫോർമർ പോലീസ് ഓഫീസർ മാർക്കോസ് അപ്രാസിദോ ദോസ് സാന്റോസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും
അതിനുശേഷം അവരുടെ ശരീരം കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊണ്ട് റോട്ട്വീലർ നായകൾക്ക് ഭക്ഷണമായി നൽകിയെന്നുമാണ് ജോർജ് പോലീസിനോട് പറയുന്നത്. ബാക്കി വന്ന ശരീരഭാഗങ്ങൾ കോൺക്രീറ്റിൽ മുക്കിയെന്നും അത് ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചുമെന്നുമാണ് ജോർജ് പറയുന്നത്. പക്ഷെ പോലീസ് ഇതുവരെ ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. ഇതെല്ലാം നടത്തിയത് ബ്രൂണോയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നാണ് ജോർജ് മൊഴി നൽകുന്നത്. ഇവരെ കൂടാതെ ബ്രൂണോയുടെ ഉറ്റ സുഹൃത്തായ ലൂയിസ് ഹെൻറിക് ഫെറേറ റൊമാവോ എന്ന മക്രാവോയും അവിടെ ഉണ്ടായിരുന്നുവെന്ന് ജോർജ് പോലീസിനോട് പറയുന്നു. താനൊരു ഡ്രഗ് ഡീലർ ആണെന്നും തൻ്റെ കച്ചവടത്തിനിടയിൽ പറ്റിയ ഒരു അബദ്ധം കാരണം തനിക്ക് വധഭീഷണി ഉണ്ടെന്നും ആ സമയത്ത് തന്നെ സംരക്ഷിച്ചത് ബ്രൂണോ ആണെന്നും അതിനുള്ള പ്രത്യുപകാരമായിട്ടാണ് അയാൾ എലീസയെ അങ്ങോട്ട് എത്തിച്ചതും എന്നുമായിരുന്നു അയാൾ പോലീസ് നൽകിയ മൊഴി. ജൂൺ 7 ബ്രൂണോയെയും മക്രാവോയും അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി മിനാസ് ഗെറായസ് കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നു. അതിന് തൊട്ടു മുമ്പുള്ള വർഷം 2009 ഒക്ടോബറിൽ എലീസയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തന്നെ റിയോ ഡി ജനീറോ കോടതിയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. റിയോ പോലീസിൽ കീഴടങ്ങുന്ന ബ്രൂണോയെയും മക്രാവോയെയും റിക്വസ്റ്റ് പ്രകാരം മിനാസ് ഗെറായസിലോട്ട് മാറ്റുന്നു. ഈ കേസിന്റെ ട്രയൽ ആരംഭിക്കുന്നത് 2012 നവംബർ 19 അതായത് എലീസ മരണപ്പെട്ട് 2 വർഷങ്ങൾക്ക് ശേഷം. ക്ലോസ്ഡ് കോർട്ട് ഹിയറിംഗ്സ് ആയിരുന്നു ഈ കേസിൻ്റേത്. റിലേറ്റീവ്സിനും ജേർണലിസ്റ്റുകൾക്കും ലോ സ്റ്റുഡൻസിനും മാത്രമായിരുന്നു പ്രവേശനാനുമതി ഉണ്ടായിരുന്നത്. ട്രയലിൻ്റെ അവസാനം മക്രാവോയും ബ്രൂണോയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു. മക്രാവോക്ക് 15 വർഷം തടവും ബ്രൂണോക്ക് 22 വർഷം തടവുമാണ് കോടതി വിധിച്ചത്. 2017 ഫെബ്രുവരിയിൽ ബ്രൂണോ ജയിൽ മോചിതനാകുന്നു. പക്ഷേ അതേ വർഷം ജൂണിൽ ബ്രസീൽ സുപ്രീം കോടതി അയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്ന് ഉത്തരവിടുന്നു. പിന്നീട് 2019 ജൂലൈയിൽ രാവിലെ ട്രെയിനിങ്ങിനും മാത്രവും രാത്രി വീട്ടിൽ തന്നെ കഴിയണം എന്നുള്ള വ്യവസ്ഥയിൽ അയാളെ പാർഷ്യൽ ഹൗസ് അറസ്റ്റിൽ പുറത്തുവിടുന്നു. 2023 ജാനുവരിയിൽ അയാൾ ലൈസൻസിൽ ജയിൽ മോചിതനാകുന്നു. ഈ ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പരോളൊക്കെ പോലെ ഒരു കണ്ടീഷണൽ റിലീസായിരുന്നു അത്. ഒരാൾക്ക് തങ്ങളെക്കുറിച്ച് അമിതമായ ആത്മവിശ്വാസവും അഹംഭാവവും ഉണ്ടെന്ന് കരുതുക. താനാണ് മറ്റുള്ളവരെക്കാൾ ഏറ്റവും മികച്ചവനെന്നും തനിക്കാണ് എല്ലാത്തിനും അധികാരം എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും ഇത്. എന്നാൽ ഈ ഒരു ചിന്താഗതിക്കു അല്ലെങ്കിൽ അയാളുടെ പബ്ലിക് ഇമേജിനോ വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം സംഭവിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ ഈ പെർഫെക്റ്റ് ഇമേജിന് കോട്ടം സംഭവിക്കുന്നു. ഒരു വ്യക്തിയുടെ അഹംഭാവത്തിനോ അല്ലെങ്കിൽ ഈഗോയ്ക്കോ ഏൽക്കുന്ന ഇത്തരം ആഘാതത്തെയാണ് നാർസിസിസ്റ്റിക് ഇഞ്ചുറി എന്ന് പറയുന്നത്. സാധാരണക്കാർ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നിയമപരമായി നേരിടാൻ സാധിക്കുന്ന കാര്യങ്ങളെ നിയമപരമായി നേരിടുകയോ ചെയ്യുമ്പോൾ നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള സമയത്ത് വളരെ നാണക്കേടിലോട്ടും കടുത്ത അപകർഷതാബോധത്തിലോട്ടും പോകുന്നു. ഈ ഒരു കാര്യം പിന്നീട് വളരെ വലിയ രീതിയിലുള്ള പ്രതികാര ചിന്തയിലോട്ട് വഴിമാറുന്നു. ഇതിനെ നമുക്ക് നാർസിസിസ്റ്റിക് റേജ് എന്ന് പറയാം. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കേസിലും ഇതാണ് സംഭവിക്കുന്നത്. ഈ ഒരു കേസിനെ നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ വിശകലനം ചെയ്യുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഇത് ഒരു പെട്ടെന്നുണ്ടായ ദേഷ്യത്തിനുണ്ടായ റിയാക്റ്റീവ് വയലൻസ് അല്ല, മറിച്ച് അതിനു പകരം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റൽ വയലൻസ് ആയിരുന്നു. തൻ്റെ പണവും പ്രശസ്തിയും ഉപയോഗിച്ച് തനിക്ക് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മിഥ്യാധാരണ ബ്രൂണോ ഫെർണാണ്ടസിനുണ്ടായിരുന്നു. അതിനേറ്റ ഏറ്റവും വലിയൊരു ആഘാതമായിരുന്നു എലീസയുടെ ഗർഭം. ബ്രൂണോ തൻ്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഈ ഗർഭം ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും എലീസ അതിന് സമ്മതിക്കുന്നില്ല. ഈ ഒരു ആഘാതം അയാളുടെ കരിയറിനെയും മറ്റും ബാധിക്കും എന്നുള്ള ചിന്ത അയാളിൽ ഉണ്ടാക്കുന്നു. ഈ ഒരു പേടിയും എലീസ തൻ്റെ പബ്ലിക് ഇമേജ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്തയും കാരണം അയാൾ വളരെ വലിയൊരു പ്രതികാര ചിന്തയിലോട്ട് മാറുന്നു. അതുകൊണ്ടായിരിക്കാം എലീസയെ കൊല്ലുക മാത്രമല്ലാതെ അവരുടെ ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്യുവാനും നായ്ക്കൾക്ക് ഭക്ഷണമായി നൽകുവാനും അയാളെ പ്രേരിപ്പിച്ചു. ഈ ഒരു കേസിൽ എക്സ്ട്രീം ഡീഹ്യൂമനൈസേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. എലീസയുടെ ബോഡിയോട് ചെയ്ത ക്രൂരതകൾ അതിനുള്ളൊരു തെളിവാണ്. അതുകൂടാതെ എലീസയുടെ മുൻകാല കരിയർ ഉപയോഗിച്ച് അവരെ വളരെ ഒരു മോശക്കാരിയാക്കി ചിത്രീകരിക്കുവാൻ കോടതിയിൽ നിരന്തരം ഡിഫൻസ് അഡ്വക്കേറ്റ്സ് ശ്രമിച്ചിരുന്നു. ഇതുവഴി എലീസയുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുവാനും എലീസയെ കൊന്നത് അത്ര വലിയ കുറ്റമല്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുവാനുമാണ് ശ്രമിച്ചത്.
എലിസയോട് തോന്നുവാനുള്ള എമ്പതി ഇല്ലാതാക്കുവാനാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. യു ക്യാൻ ഫൂൾ ഓൾ ദ പീപ്പിൾ ഫോർ സം ഓഫ് ദ ടൈം ആൻഡ് സം പീപ്പിൾ ഫോർ ഓൾ ദ ടൈം, ബട്ട് യു ക്യാനോട്ട് ഫൂൾ ഓൾ ദ പീപ്പിൾ ഓൾ ദ ടൈം. അതായത് നിങ്ങൾക്ക് എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് പറ്റിക്കാം, കുറച്ചു പേരെ എല്ലാ കാലത്തേക്കും പറ്റിക്കാം, പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കുവാൻ സാധിക്കില്ല. തൻ്റെ പണവും പ്രശസ്തിയും ഉപയോഗിച്ച് ജസ്റ്റിസ് സിസ്റ്റത്തെയും പൊതുസമൂഹത്തെയും ഒരു തരത്തിൽ പറ്റിക്കുവാൻ തന്നെയാണ് ബ്രൂണോ ഫെർണാണ്ടസ് ശ്രമിച്ചത്. എലീസയുടെ അഡൽട്ട് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുള്ള പാസ്റ്റ് വെച്ചുകൊണ്ട് അവർ ഒരു മോശം സ്ത്രീയാണെന്നും അതുവഴി താൻ നിരപരാധിയാണെന്നും ഒരു വലിയ വിഭാഗം ആളുകളെ വിശ്വസിപ്പിക്കുവാൻ അയാൾ ശ്രമിച്ചു. ജസ്റ്റിസ് സിസ്റ്റത്തിലുണ്ടായിരുന്ന ലൂപ്പ് ഹോൾസും ഡിലേസും തനിക്കൊരു സുരക്ഷയായി മാറുമെന്ന് അയാൾ വിശ്വസിച്ചു. പക്ഷേ എത്ര വലിയവനായിരുന്നാലും സത്യവും നീതിയും ഒരു കുറ്റവാളിയെ തേടിയെത്തും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ്.